പരമശിവന്റെയും പാർവതിയുടെയും പുത്രനാണ് സുബ്രഹ്മണ്യൻ എന്നാണ് ഹൈന്ദവ വിശ്വാസം. കാർത്തികേയൻ, സ്കന്ദൻ, മുരുകൻ, വേലായുധൻ, കുമരൻ, ശരവണൻ, ഷൺമുഖൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് സുബ്രഹ്മണ്യൻ. കൗമാരമതത്തിലെ പ്രധാന ആരാധനാമൂർത്തിയാണ് സുബ്രഹ്മണ്യൻ. മുരുകൻ തന്നെയാണ് പ്രാചീന സിദ്ധവൈദ്യന്മാരുടെ ആരാധനാമൂർത്തിയും എന്നും വിശ്വസിച്ചുവരുന്നു. സ്കന്ദബോധി, സത്യൻ എന്ന പേരിൽ ബുദ്ധമതക്കാർ മുരുകനെ ആരാധിക്കാറുണ്ട്. തമിഴരുടെ ദൈവം എന്നർത്ഥമുള്ള തമിഴ് കടവുൾ എന്ന വിശേഷണം കൂടി സുബ്രഹ്മണ്യനുണ്ട്. അറിവിന്റെ മൂർത്തി എന്ന അർത്ഥത്തിൽ ഭക്തർ ജ്ഞാനപ്പഴം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ജ്യോതിഷം രചിച്ചത് മുരുകനാണെന്നും കരുതുന്നു. മയിൽ വാഹനവും കോഴി കൊടിയടയാളവും വേൽ ആയുധവുമായിട്ടുള്ള മുരുകനെ പഴന്തമിഴ് കാവ്യങ്ങളിൽ പറയുന്ന ചേയോൻ ആയിട്ടും വിശേഷിപ്പിക്കുന്നുണ്ട്. സ്കന്ദപുരാണത്തിൽ പ്രധാന ദേവനായി പരാമർശിക്കുന്ന മുരുകൻ, വള്ളി, ദേവസേന എന്നിവരാണ് ഭാര്യമാർ. അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ, ശ്രീലങ്ക, മൗറീഷ്യസ്, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക, റിയൂണിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെല്ലാം മുരുക ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും മുരുകന്റെ പ്രശസ്തമായ ധാരാളം കോവിലുകൾ ഉണ്ട്. പഴനി ദണ്ഡായുധപാണി ക്ഷേത്രമാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധം. ശൂക്രാചാര്യരുടെ ശിഷ്യയായ മായ എന്ന അസുര സ്ത്രീക്ക് കശ്യപ മഹർഷിയിൽ ജനിച്ച ശൂരപദ്മൻ, താരകാസുരൻ, സിംഹവക്ത്രൻ എന്നീ അസുരന്മാരെ വധിക്കാനാണ് സുബ്രഹ്മണ്യൻ അവതരിച്ചത്. ശിവപുത്രനു മാത്രമേ തങ്ങളെ വധിക്കാനാവൂ എന്ന് വരം നേടിയ ഇവർ ത്രിലോകങ്ങളും അടക്കി ഭരിച്ചു. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ പാർവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ വളരെ കാലമായിട്ടും ശിവപുത്രൻ അവതരിച്ചില്ല. തുടർന്നു ഭഗവാൻ പഞ്ചമുഖരൂപം കൈക്കൊള്ളുകയും ഭഗവാന്റെ 5 മുഖങ്ങളിൽ നിന്നും 5 ദിവ്യജ്യോതിസ്സുകളും പാർവതീദേവിയുടെ മുഖത്തു നിന്നും ഒരു ദിവ്യജ്യോതിസ്സും വരികയും ചെയ്തു. ആ ദിവ്യജ്യോതിസ്സുകളെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഗംഗ ശരവണ പൊയ്കയിൽ എത്തിച്ച ആ ദിവ്യജ്യോതിസ്സുകളിൽ നിന്നും 6 മുഖങ്ങളോടെ സുബ്രഹ്മണ്യൻ അവതരിക്കുകയും ചെയ്തു. വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിന്റെ അതിദേവതമാരായ 6 ദേവിമാർ സുബ്രഹ്മണ്യനെ മുല കൊടുത്ത് വളർത്തുകയും ചെയ്തു. അതിനാൽ കാർത്തികേയൻ എന്നു പേര് ലഭിച്ചു.